തോന്നൽ മനുഷ്യന്മാരെ മനസ്സിൽ വന്നു പോവുകയാണ്. ഒരു കാരണവശാലും പാടില്ല. കാരണം മതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആരാധനാനുഷ്ഠാനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല, മതം എന്ന് പറയുന്നത് കളവ് പറയാതിരിക്കൽ മതമാണ്. വാഗ്ദാനം പാലിക്കുക എന്ന് പറയുന്നത് മതമാണ്. മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് മതമാണ്. ചെറിയവരോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് മതമാണ്. ഒരു അധ്യാപകൻ തന്റെ ജോലിയിൽ പ്രതിബദ്ധത കാണിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ മതത്തിന്റെ ഭാഗമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നു എന്നത് മതത്തിന്റെ ഭാഗമാണ്. ഒരാൾ കുടുങ്ങുമ്പോൾ കടം കൊടുക്കലും ആ കടം വാങ്ങിയ വ്യക്തി സമയബന്ധിതമായി അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. രോഗിയായി കിടക്കുമ്പോൾ ഒരാൾ സന്ദർശിക്കുക എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ വിശന്ന് കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക എന്നത് മതവിശ്വാസം അവനെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. മാന്യമായ വേഷം ധരിക്കുക എന്നത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 3 പേര് ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്നിച്ച് നടക്കുമ്പോൾ അതിൽ നിന്ന് 2 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യം പറയാൻ പാടില്ല എന്ന വിശ്വാസം പാഠം മതത്തിന്റെ പാഠമാണ്. അതേപോലെ തന്നെ പരദൂഷണം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് മതത്തിന്റെ പാഠമാണ്. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ പുറകെ പോകാൻ പാടില്ല എന്ന് പറയുന്നത് മതത്തിന്റെ ഭാഗമാണ്. സ്വന്തം ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല എന്നത് മതം പഠിപ്പിക്കുന്നതാണ്. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും തുറിച്ചു നോക്കാൻ പാടില്ല എന്നത് മതത്തിന്റെ പാഠമാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റപ്പെടാൻ പാടില്ല. അത് ബസ്സിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും ഒരാളും പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റു മതങ്ങളിലെ ആരാധ്യന്മാരെ ഒരാളും നിന്ദിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. പലിശക്കളിയിൽ ഒരു കാരണവശാലും നമ്മൾ തകർച്ചു കൊടുക്കരുത് എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ മത്തുണ്ടാകുന്നത് പോലും ഉപയോഗിച്ചാൽ അത് മദ്യമാണ്, ലഹരിയാണ്. ഒരിക്കലും ലഹരിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അന്യായമായി ഒരാളെ വധിച്ചാൽ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും വധിച്ചവരെ പോലെയാണ് എന്നത് മതത്തിന്റെ ഭാഗമാണ്. വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ യാതൊരു ഉച്ചനീതത്വവും പാടില്ല എന്ന് പറഞ്ഞത് മതത്തിന്റെ ഭാഗമാണ്. ഒരു നിലക്കുള്ള ബോഡി ഷേമിങ്ങും പാടില്ല. കറുത്തവനാണ്, വെളുത്തവനാണ്, കുറിയവനാണ്, പഠിച്ചവനാണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. നിരപരാധികൾക്ക് നടുവിൽ സാവേറായി പൊട്ടിച്ചു തന്നത് നരകാവകാശികളാണ് എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അവിടെ പങ്കിട്ട ആളുകളെ അവരുടെ ഏത് മുസ്ലിം പേരാണ്. അതുപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമുള്ളത് ഇനി അന്വേഷണ കാര്യം വസ്തുത മനസ്സിലാക്കും. എന്താ